0 മുതൽ 10 കോടിയിലേക്കുള്ള നമ്മുടെ സാമ്പത്തിക യാത്രയുടെ 31-ാം ദിവസത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നല്ല മഴയുണ്ട്, നല്ല രീതിയിൽ ജലദോഷവും പിടിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് നേരെ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് പോവുകയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ സാമ്പത്തിക യാത്രയുടെ 31-ാം ദിവസത്തെ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് കിടക്കാം. ഇന്നലെ വരെ നമ്മൾ 30 ദിവസത്തെ തുക ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ 20 ദിവസത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് മൾട്ടി ക്യാപ് ഫണ്ടിലായിരുന്നു. അതിൽ 20 ദിവസവും ഇൻവെസ്റ്റ് ചെയ്ത തുകയ്ക്കുള്ള യൂണിറ്റ്സ് നമുക്ക് അലോട്ടായിട്ടുണ്ട്. 250 × 20 5000 രൂപ. അതോടൊപ്പം 10 ദിവസത്തെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഡെപ്റ്റ് ഫണ്ടിലായിരുന്നു. അതിൽ 9 ദിവസത്തെ യൂണിറ്റ്സ് നമുക്ക് അലോട്ടായിട്ടുണ്ട്. 250 × 9 2250 രൂപ. ഒരു ദിവസത്തെ ഇൻ പ്രോഗ്രസ്സിലാണ്. ആകെ 7500 രൂപ നിക്ഷേപിച്ചതിൽ 7250 രൂപ ഇൻവെസ്റ്റ്മെൻറ്റായി കാണിക്കുന്നു. 250 രൂപ ഇൻ പ്രോഗ്രസ്സായി കാണിക്കുന്നു. ഇനി നമുക്ക് ഇന്നത്തെ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് കിടക്കാം. ഇന്ന് മാർക്കറ്റ് ഹോളിഡേ ആണ്. ആയതിനാൽ ഡെപ്റ്റ് ഫണ്ട്സിലാണ് ഇന്നത്തെ ദിവസം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനായി ആദ്യം നമുക്ക് നമ്മുടെ നിപ്പോൺ ഓവർനൈറ്റ് ഫണ്ടിലേക്ക് പോകാം. ദിവസവും 250 രൂപയാണല്ലോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. രൂപ 250 എന്ന് എൻ്റർ ചെയ്യുന്നു. ഇൻവെസ്റ്റ് നൗ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. QR കോഡ് സ്കാൻ ചെയ്യുന്നു. ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഡാഷ്ബോർഡിൽ നോക്കുന്നു. ഇൻ പ്രോഗ്രസ്. അങ്ങനെ 31-ാമത്തെ ദിവസത്തെ ഇൻവെസ്റ്റ്മെൻറ്റും നമ്മൾ ചെയ്തു കഴിഞ്ഞു. 32-ാം ദിവസത്തെ ഇൻവെസ്റ്റ്മെൻറ്റുമായി നാളെ നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ കമൻറ്റ്സ്, വാല്യുബിൾ സജഷൻസ് പോസ്റ്റ് ചെയ്യുക. താങ്ക് യു.